നമ്മുടെ എല്ലാം സൃഷ്ടാവും നിയന്താവും സർവലോക പരിപാലകനും കാരുണ്യവാനുമായ പ്രപഞ്ചനാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹത്തായ പോരാട്ടത്തിൽ അണിചേരുന്നതിനു വേണ്ടി സാമ്രാജ്യത്വ വിരുദ്ധ സമരചരിത്രത്തിലെ എക്കാലത്തെയും തിളങ്ങുന്ന നക്ഷത്രമായ ഷഹീദ് ടിപ്പു സുൽത്താൻ്റെ ഓർമ്മകൾ ഉറങ്ങിക്കിടക്കുന്ന ഈ മുതലക്കുളം മൈതാനിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കോഴിക്കോട് സിറ്റിയുടെ വിപ്ലവ അഭിവാദ്യങ്ങൾ ആദ്യമേ തന്നെ നേരുകയാണ്. ഒരു ചെറിയ ഭൂപ്രദേശം, കയ്യിൽ ആദർശത്തിൻ്റെ കരുത്തും സ്വാതന്ത്ര്യത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹവും മാത്രം കൈമുതലാക്കിക്കൊണ്ട് നിരായുധരായി ഒരു കൂട്ടം ആളുകൾ ഒരു ഭാഗത്തും എല്ലാവിധ ആയുധ കൂമ്പാരങ്ങളുടെ മുകളിൽ അടയിരിക്കുന്ന ലോകത്തെ തന്നെ മർദ്ദകരും ഭീകരരുമായ ഒരു സംഘം ഭരണാധികാരികൾ മറുഭാഗത്തും. ഈ പോരാട്ടമാണ് ഇന്ന് ലോകത്ത് അത്യത്ഭുതകരമാം വിധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാഴ്ച കൊണ്ട് ഗസയെ മധ്യധരണ്യാഴിയിൽ മുക്കിക്കളയാം എന്ന് കരുതിക്കൊണ്ട് ആരംഭിച്ച അക്രമമാണ് 2 വർഷമായി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ലോകം രണ്ടായി വിഭജിക്കപ്പെടുകയാണ്. ഒന്ന് മനുഷ്യപക്ഷവും മറ്റൊന്ന് മനുഷ്യവിരുദ്ധ ഭീകരപക്ഷവും. അതിനിടയിൽ ധാരാളക്കണക്കായ ഉപാധികൾ വെച്ചുകൊണ്ടുള്ള മറ്റൊരു പക്ഷം ഇല്ല. നിരുപാധികമായി ഗസയുടെ കൂടെ നിൽക്കുക, നിരുപാധികമായി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുക, നിരുപാധികമായി നീതിക്ക് വേണ്ടി നിലയുറപ്പിക്കുക എന്നതല്ലാത്ത യാതൊരു തരത്തിലുള്ള ഉപാധികളുടെ പക്ഷവും ന്യായീകരിക്കപ്പെടുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉറക്കെ വിളിച്ചു പറയുന്നത്, ഗസ എന്ന് പറയുന്നത് ഒരു ചെറിയ ഭൂപ്രദേശത്തിൻ്റെ പേരല്ല. ഇന്ന് അത് ഇനി വരാനിരിക്കുന്ന നിഘണ്ടുവിൽ ഇസ്സത്തിൻ്റെ പര്യായമായി എഴുതി ചേർക്കപ്പെടുന്ന പദമായി മാറിയിരിക്കുകയാണ്. ഗസയിലുള്ള ആളുകൾക്ക് ഇസ്സത്ത് നൽകണമേ, അല്ലാഹുമ്മ അഇസ്സ അഹ്ല ഗസ എന്ന് വിശ്വാസികൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഗസയിലുള്ളവർ ഇസ്സത്തുള്ളവരാണ്. ഗസയിലുള്ളവർക്ക് ഇസ്സത്തുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിന് അവിടെ നിന്ന് ആത്മാഭിമാനത്തെക്കുറിച്ചുള്ള പുതിയ പാഠങ്ങൾ പകർത്താൻ കഴിയണമേ എന്ന പ്രാർത്ഥനയാണ് അതിൻ്റെ വിശദീകരണം. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഈ സ്വാതന്ത്ര്യ പോരാട്ടം അത് ലോകത്തിന് വലിയ പാഠങ്ങൾ പകർന്നു നൽകുന്നുണ്ട്. ഗസ പോരാട്ടം തുടരുമ്പോൾ, ഫലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര മണ്ണിന് വേണ്ടി ന്യായമായ അവകാശ സമരം തുടരുമ്പോൾ, ഇസ്രയേൽ എന്ന് പറയുന്ന ഭീകര രാഷ്ട്രം അധിനിവേശ ഫലസ്തീനിൽ മാത്രമല്ല, ലോകത്ത് ജനാധിപത്യം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല രാജ്യങ്ങളിലും നിശബ്ദമായി പരോക്ഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതും നാം കാണുകയാണ്.
അതുകൊണ്ട് തന്നെയാണ് സയണിസവും നമ്മുടെ രാജ്യത്തെ ഫാസിസവും അതൊരു നാണയത്തിൻ്റെ ഇരുപുറങ്ങളല്ല, രണ്ടും ഒരേ പുറം തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്, അത് നമ്മൾ ഉറക്കെ പറയുന്നത്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ, മനുഷ്യന്റെ അവകാശങ്ങളെ മനസ്സിലാക്കാൻ, മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതാൻ സാധ്യമല്ലാതെ പോയ ഒരു പറ്റം ആളുകൾ മനുഷ്യരക്തത്തിന് ദാഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അത് സംഘപരിവാറിന്റെ ഫാസിസവും ഇസ്രയേലിന്റെ സയണിസവും ഒരേ ദിശയിൽ ഒരേ വഴിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ അധിനിവേശം ചെയ്യപ്പെട്ട ഫലസ്തീനിന്റെ മണ്ണിൽ മാത്രമല്ല ഇസ്രയേൽ ഉള്ളത് എന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണ്. ജനാധിപത്യം അവകാശപ്പെടുന്ന പലയിടത്തും വാർത്താമാധ്യമങ്ങളുടെ ഡെസ്കുകളിൽ, എഡിറ്റോറിയൽ മുറികളിൽ, ചാനൽ ചർച്ചാ റൂമുകളിൽ, ജനാധിപത്യം അവകാശപ്പെടുന്ന രാജ്യങ്ങളിൽ പലതിൻ്റെയും തെരുവുകളിൽ ഇസ്രയേൽ ഇന്നുണ്ട്. അത് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും അഭിമാനകരമായ ആത്മാഭിമാനത്തിനു വേണ്ടിയുള്ള ഗസയുടെ പോരാട്ടവും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് സന്തോഷകരമാണ്. ആ പ്രതിരോധത്തിന്റെ പ്രവർത്തനങ്ങൾ പാട്ടായി, കവിതയായി, എഴുത്തായി. ആരോ ചോദിച്ചു, കവിത കൊണ്ട് ഫാസിസത്തെ തടുക്കാൻ കഴിയുമോ? കവിത കൊണ്ട് സാമ്രാജ്യത്വത്തെ തകർക്കാൻ കഴിയുമോ? കവിത കൊണ്ട്, കഥ കൊണ്ട് അക്രമമർദ്ദനങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുമോ? കവിത കൊണ്ടും കഥ കൊണ്ടും സാഹിത്യരചനകൾ കൊണ്ടും മുദ്രാവാക്യം കൊണ്ടും നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങൾ കൊണ്ടും നമ്മുടേതുപോലെയുള്ള ജനാധിപത്യ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ കൊണ്ടും ഫാസിസത്തെ ഇല്ലാതാക്കണം, സാമ്രാജ്യത്വത്തെ ഇല്ലാതാക്കണം, അതിനെ തകർത്ത് കളയണം എന്ന ബോധമുണ്ടാക്കാൻ കഴിയും എന്നതാണ് ഉത്തരം. കവിത കൊണ്ട് മനുഷ്യ നന്മ ഉണ്ടാക്കണമെന്ന്, കഥ കൊണ്ട് മനുഷ്യ നന്മ ഉണ്ടാക്കണമെന്ന്, പ്രഭാഷണങ്ങൾ കൊണ്ട്, പ്രതിരോധ പ്രവർത്തനങ്ങൾ കൊണ്ട് മനുഷ്യനെ ഒന്നായി കാണണമെന്ന വിചാരമുണ്ടാക്കാൻ കഴിയും. ആ കഴിവിനെയാണ് ഏറ്റവും നിർമ്മാണാത്മകമായ രീതിയിൽ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് മുഴക്കുന്ന ഓരോ മുദ്രാവാക്യത്തിനും അതൊരു വെറും വർത്തമാനമല്ല, വാക്കല്ല. ചുരുട്ടുന്ന ഓരോ മുഷ്ടിയും ആകാശത്തേക്ക് എറിയുന്ന ഒരു പാഴ്വേലയല്ല. ഈ ലോകത്ത് മനുഷ്യന് വേണ്ടി, മനുഷ്യത്വത്തിന് വേണ്ടി, ഈ ലോകത്ത് നന്മ നിലനിൽക്കുന്നതിന് വേണ്ടി വർത്തമാനകാലത്ത് നാം ചെയ്യുന്ന, ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്ന അത്യുജ്വലമായ ധീരസമരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. നമ്മുടെ ഓരോ വർത്തമാനവും, നമ്മുടെ ഓരോ പ്രാർത്ഥനയും സാമ്രാജ്യത്വത്തിനും സയണിസത്തിനും ഫാസിസത്തിനും സംഘപരിവാർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യവിരുദ്ധതയ്ക്കും എതിരെ നമ്മുടെ ഓരോ ശ്വാസനിശ്വാസത്തിനും പ്രത്യേകതകളുണ്ട്, പ്രയോജനമുണ്ട്. വിമോചനം നേടിത്തരാനുള്ള വലിയ കരുത്തുണ്ട്, ശക്തിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഈ പോരാട്ടത്തിൽ, ഇവിടെ പ്രഭാഷണം കേൾക്കാനല്ല, ഈ മഹത്തായ പോരാട്ടത്തിൽ പങ്കാളികളാവാൻ ഇവിടെ എത്തിയവരെ എന്നീ സദസ്സിലുള്ളവരെയും വേദിയിലുള്ളവരെയും ഞാൻ അഭിസംബോധന ചെയ്തിട്ടുള്ളത്. തീർച്ചയായും നമുക്ക് ഈ പോരാട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോയേ മതിയാകൂ. ലോകം മുഴുവൻ ഹമാസിന് വേണ്ടി ശബ്ദിക്കുന്ന, ഗസയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരന്തരീക്ഷമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഫലസ്തീൻ വിമോചിതമാകും, ഫലസ്തീനിൽ വിജയത്തിന്റെ കൊടിപാറും, ഖുദ്സിന്റെ മണ്ണിൽ മനുഷ്യത്വത്തിന്റെ പ്രതീകങ്ങൾ ഉയരും.
എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. ഈ പോരാട്ടത്തിൽ നമ്മുടെ സ്ഥാനം എവിടെയാണ്, നമ്മുടെ പങ്കെന്താണ് എന്നത് മാത്രമാണ് നാം അടയാളപ്പെടുത്തേണ്ടത്. ആയതിനാൽ ഈ സമ്മേളനത്തിൻ്റെ മുൻപും ശേഷവും ഈ വലിയ പോരാട്ടത്തിൻ്റെ വികാരങ്ങളുമായി നമ്മൾ ഇനിയും തെരുവുകളിലും പഠനമുറികളിലും നമ്മുടെ പ്രവർത്തന മേഖലകളിലും വീടുകളിലും വരകളിലും എഴുത്തുകളിലും പ്രാർത്ഥനകളിലും ആരാധനാലയങ്ങളിലും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കും എന്ന് തീരുമാനിക്കുക. പ്രപഞ്ചനാഥൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പോരാട്ട സന്ദർഭത്തിൽ നമ്മോടൊപ്പം ചേരാമെന്ന് സന്തോഷപൂർവ്വം ഏറ്റിട്ടുള്ളവരുണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മുടെ ഈ സമര സദസ്സ്, ഐക്യദാർഢ്യ സദസ്സ്, അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള സെക്രട്ടറി ബഹുമാന്യനായ ശിഹാബ് പൂക്കോട്ടൂർ അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.